ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചന കേൾവിക്കായി കാതോർത്തിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ക്രിസ്തയേശുവിൽ ഞാൻ സ്നേഹവന്ദനങ്ങൾ ചൊല്ലുന്നു. വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഭയം ഒരു അനാവശ്യമായൊരു കാര്യമാണ് എന്ന് നമുക്കറിയാം. എങ്കിലും നാം അല്പസമയം ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം, അയ്യോ എനിക്ക് ഈ രോഗമുണ്ടെന്ന് തോന്നുന്നു. ഒരു തോന്നലാണ് എന്നെനിക്കറിയാം. പക്ഷെ എങ്കിൽ പോലും ആ തോന്നലിലൂടെ ഒരു ഭയം ഉള്ളിലേക്ക് വരികയാണ്. ആ ഭയം ഉള്ളിൽ വന്ന് വാസ്തവത്തിൽ കാണാൻ കഴിയാത്ത ഒരു ശത്രു എന്നിലേക്ക് കയറി എൻ്റെ ഉള്ളിൽ നിന്ന് സമാധാനം നഷ്ടപ്പെടുത്തി എന്നെ രോഗിയാക്കി മാറ്റുന്നു. എന്തായിരുന്നു ചിന്ത? ആരോഗ്യമുള്ള, നല്ല മനസ്സുള്ള, നന്നായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഭയം എന്ന ആ പൈശാചികമായ ഒരു പേടി പിശാച് ഉള്ളിലേക്ക് കടത്തിവിട്ടപ്പോൾ, ഒരു തോന്നൽ കടത്തിവിട്ടപ്പോൾ തൻ്റെ ഹൃദയത്തിൽ ഭയം തോന്നി. എന്താ തോന്നൽ? തനിക്കെന്തോ ഒരു ചെറിയൊരു മുഴ വന്നു. തൻ്റെ ചിന്ത, ഇത് ക്യാൻസർ ആയിരിക്കുമോ? ഈ ചിന്ത തന്നെ രോഗിയാക്കി മാറ്റുകയാണ്. കർത്താവ് ഇസ്രായേലിനോട് പറയുന്ന വാക്ക് നോക്കൂ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഭയം കടത്തിവിടുന്ന ശത്രുവിൻ്റെ മുൻപിൽ ഈ വചനം അറിയുന്നൊരു ദൈവപൈതൽ ഈ വചനം ഉരുവിടാൻ തയ്യാറാകുമ്പോൾ ഉള്ളിൽ നിന്ന് ഭയത്തെ ദൈവം ചവിട്ടി പുറത്താക്കും. ഈ വചനം പുറത്തേക്ക് തള്ളിക്കളയും. നാം വാസ്തവത്തിൽ റിലീസാകും. ഭയം എന്ന് പറയുന്ന ആ ശത്രുവിൻ്റെ കെണിയിൽ നിന്ന് വേട്ടക്കാരൻ ഒരു പക്ഷിയെ കെണിയിൽ അകപ്പെടുത്താൻ തനിക്ക് നേരിട്ട് ചെന്ന് പിടിക്കാൻ കഴിയാത്തതുകൊണ്ട് കെണി വച്ച് ഒരുക്കി ആ പക്ഷിയെ പിടിച്ച് താൻ അധീനപ്പെടുത്തുന്നത് പോലെ പിശാച് ഭയമെന്ന് പറയുന്ന ഒരു വികാരം നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിട്ട് നമ്മളെ രോഗിയാക്കി, നമ്മളെ ബന്ധിച്ച് നമ്മളെ രോഗി തീർത്ത് കളയും. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്നീ പ്രഭാതത്തിൽ നമ്മോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട. ആരാ പറയുന്നത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മോട് പറയാം. എൻ്റെ ഈ ദൈവവചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളോടും പറയുന്നു, നീ ഭയപ്പെടേണ്ട. ഏത് വിഷയത്തിൻ്റെ നടുവിലാണ് ഭയം വരുന്നത്? ഏത് വിഷയത്തിൻ്റെ നടുവിലും വരാം. പക്ഷെ എല്ലാ വിഷയങ്ങളുടെ നടുവിലും പ്രിയ സഹോദരങ്ങളെ, നമ്മളോട് നമ്മുടെ കർത്താവ് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരായി ഞാൻ? ഫറവോനെ ജയിച്ച ദൈവം, മാറത്ത് പൊൻകച്ച കെട്ടിയ ദൈവം, വെള്ളോട്ടിന് സദൃശ്യമായ കാൽപാദമുള്ള ദൈവം, പിലാത്തോസിൻ്റെ കൽത്തളം മുതൽ ഗോൽഖോത്ത വരെ തീരാതെ, അവിടെ അടക്കം ചെയ്യപ്പെട്ടിട്ട് അവിടം കൊണ്ട് തീരാതെ മൂന്നാം നാളിൽ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റ എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്നു, ആ കർത്താവ് മരണത്തെ, പാതാളത്തെ ജയിച്ച ആ മഹാദൈവം നമ്മോട് പറയുന്നു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. എന്തിനാ കൂടെ ഇരിക്കുന്നത്? നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരാൻ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നൊരു ദൈവിക വിശ്വാസം ഇന്നുള്ളിൽ വ്യാപരിക്കുമ്പോൾ, പകരപ്പെടുമ്പോൾ, ഇന്നീ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർന്നതെന്ന് പറയാൻ കഴിയട്ടെ, ഞാൻ ഭയപ്പെടത്തില്ല, എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ഞാൻ ഭയപ്പെടില്ല. ആകാശം വീണു എന്ന് തോന്നിയാലും, ആകാശം എൻ്റെ മുൻപിൽ തകരുന്നു എന്ന് തോന്നിയാലും, എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടാലും, എൻ്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടാലും, യോബ് പറയും, യഹോവ തന്നു, യഹോവ എടുത്തു. ഓൾ ഗ്ലോറി ടു മൈ ഗാഡ്. എല്ലാ മഹത്വവും ദൈവത്തിന്. ആ വിശ്വാസം ഈ 365 ദിവസവും നമ്മുടെ ഉള്ളിൽ തന്ന് നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ മാനിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിൽ വിശ്വസിക്കുന്നൊരു ദൈവത്തിൻ്റെ പൈതൽ ഒരിക്കലും കലങ്ങിപ്പോകാൻ,
ഭയത്താൽ അടിമയാകാൻ. നോക്കൂ, മാനസിക രോഗം ബാധിച്ചവർ, പലവിധമായ രോഗങ്ങൾക്ക് അധീനപ്പെട്ടവർ ഒരൊറ്റ തോന്നൽ കടത്തിവിട്ടതാ. നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരാം. ഒരിക്കൽ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ മുൻപിൽ രണ്ടറ്റവും കൂട്ടി ഒരു വലിയ റോപ്പ് കെട്ടി ഒരു മനുഷ്യൻ അവിടെ വിളംബരം ചെയ്തു, ഇന്ന ദിവസം ഈ റോപ്പിൻ്റെ മുകളിലൂടെ സൈക്കിൾ ചവിട്ടി മറുകരയിലെത്തും. അന്നേ ദിവസം ഒത്തിരി ആൾക്കാർ ആ വെള്ളച്ചാട്ടത്തിൻ്റെ പരിസരത്ത് കൂടി. ഇത് കാണുവാൻ മഹാസമുദ്രം പോലെ ഒരു ജനക്കൂട്ടം കൂടി വന്നു. കാരണം ആ മനുഷ്യൻ മരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാവരുടെയും ചിന്ത, സമയമായി. ആ മനുഷ്യൻ സൈക്കിളിൽ കയറി. അദ്ദേഹം ഒരു പ്രഖ്യാപനം ചെയ്തു, ഞാൻ ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലൂടെ ഞാൻ ഈ സൈക്കിൾ ചവിട്ടി മറുകരയെത്തും. പക്ഷേ നിങ്ങളിൽ ഒരാൾ എൻ്റെ സൈക്കിളിൻ്റെ പുറകിലിരിക്കണം. ആരും തുനിഞ്ഞില്ല. അവസാനം ഒരു കുട്ടി എവിടെന്നോ കൈ ഉയർത്തി പറഞ്ഞു, ഞാൻ കയറാം. ആ മനുഷ്യൻ സൈക്കിൾ ചവിട്ടി മറുകരയെത്തി. പത്രക്കാരും ആ മനുഷ്യൻ്റെ അടുത്തേക്ക് പോയില്ല. ഓടിയെത്തിയത് ഈ കുഞ്ഞിൻ്റെ അടുത്തേക്കാണ്. അടുത്തെത്തി ആദ്യത്തെ ചോദ്യം ചോദിച്ചത് എങ്ങനെയായിരുന്നു, മോളെ, എന്ത് കണ്ടിട്ടാണ് നീ ഈ മനുഷ്യൻ്റെ പുറകിൽ കയറിയത്? എന്താ നിനക്ക് ഇത്ര ധൈര്യം തോന്നാൻ കാരണം? ഒരു ഭയം പോലും ഈ വെള്ളച്ചാട്ടം കണ്ടിട്ട് നിനക്ക് തോന്നിയില്ലേ? ഒരല്പം ഒന്ന് ബാലൻസ് തെറ്റിയിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മരണപ്പെടത്തില്ലേ? ആ കുഞ്ഞിൻ്റെ മറുപടി ഇതായിരുന്നു, എൻ്റെ ഡാഡിയാണ് ഈ സൈക്കിൾ ഓടിച്ചത്. ഇന്ന് നമ്മളെ ഭയപ്പെടുത്തുന്ന സകലവിധമായ ഭയത്തിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ കരം പിടിച്ചിട്ടുണ്ട്. ആ കർത്താവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പറയാം, ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ എൻ്റെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കും. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.